പ്രിയരെ, കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്ഥലപ്പേരുകൾ കോർത്തിണക്കി അവതരിപ്പിച്ച നാടകം ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച നിങ്ങൾക്കിടയിലേക്ക് ആഹാര സാധനങ്ങളുടെ പേരുകൾ കോർത്തിണക്കിയ ഒരു പുതിയ നാടകവുമായി ഞങ്ങൾ എത്തുകയാണ്. സ്വാദിഷ്ടമായ ഈ നാടകം കൈകൾ കഴുകി ഉണ്ടാസ്വദിച്ചാലും, ക്ഷമിക്കണം, കണ്ടാസ്വദിച്ചാലും. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് പൊതിച്ചോറും ബൊഫയും പിന്നെ അന്നദാനവും. അഥവാ അന്നദാനവും പൊതിച്ചോറും പിന്നെ ബൊഫയും. നെയ്യപ്പം 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 നെയ്യപ്പം. ചട്ടിച്ചോറ് കഴിക്കാത്തവരുണ്ടോ? ചട്ടിച്ചോറ് കഴിക്കാത്തവരുണ്ടോ? ഭാഗ്യം, നിങ്ങൾ എല്ലാവരും ഉണ്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഉണ്ടോളാം. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. മോളെ ബോളി അച്ചപ്പം. ബൊഫേ ബൊഫേ ബൊഫേ. അച്ഛാ, എന്താണ് അച്ഛാ ആസ്ഥാനത്തൊരു ബൊഫേ? ആഹാര സാധനങ്ങളുടെ പേര് വെച്ചുകൊണ്ടുള്ള നാടകമല്ലേ മോളെ? അതെ. ബൊഫേ ആവുമ്പോ എല്ലാ ആഹാരവും ഉണ്ടല്ലോ. അച്ഛൻ ഈ സന്ധ്യാസമയത്ത് എവിടെ പോയിരുന്നു? ഞാൻ അയൽക്കാരനായ സമൂസയുമായി ചെറിയൊരു സംഭാരം. അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അയൽക്കാരായിട്ടുള്ള സമൂസയുമായി സംഭാരം നടത്തരുതെന്ന്. ഞാൻ ഒന്നിനും പോയതല്ല മോളെ. ഞാൻ അതുവഴി നടന്നു പോയപ്പോൾ അവന്റെ ചെറിക്കിട്ടൊരു കുത്ത്. എന്നിട്ട് അവൻ എന്നോട് റൈസ് ആയടി റൈസ്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു അച്ഛാ? ഞാൻ അവനോട് ഫ്രൈഡ് റൈസ് ആയി ഫ്രൈഡ് റൈസ്. ദൈവമേ, ഈ വാഴയ്ക്കൊപ്പം എന്ന് തീരുമെന്ന് അറിയില്ലല്ലോ. മോളെ, എനിക്ക് തോന്നുന്നത് ഇതിനൊരു പലഹാരമില്ലെന്നാ. ഉണ്ടച്ചാ, പരിഹാരം ഉണ്ടച്ചാ. അച്ഛൻ ഈ സമൂസയോട് ഒരു സ്ട്രോബെറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാ മോളെ, ഞാൻ അവനൊരു ഷേക്ക് കൊടുത്തിട്ട് ഒരു സ്ട്രോബെറി പറയാം. അച്ഛന്റെ ഷെയ്ക്ക് കൊണ്ട് ഈ സമൂസ കൂൾ ഡ്രിങ്ക്സ് ആയാൽ ഭാഗ്യം. എന്തു പറ്റിയച്ചാ? എന്റെ കാലിലെ ബിരിയാണിക്ക് ഒരു കുറവുമില്ല. അച്ഛാ, അച്ഛനോട് ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ കാലിന്റെ മുട്ട റോസ്റ്റ് വയ്യാത്തത് കൊണ്ട് ഒരു ദിവസമെങ്കിലും ബ്രെഡ് റോസ്റ്റ് ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടില്ലേ? ബെഡ് റോസ്റ്റ് എടുക്കണം മോളെ, ബെഡ് റോസ്റ്റ് എടുക്കണം. കാരണം അച്ഛന് കൊപ്രായമായി വരികയല്ലേ. ശരിയാച്ചാ, അച്ഛന്റെ തലമുടിയൊക്കെ വെളുത്തുള്ളി പോലെ വെളുത്തു. ഇങ്ങനെ പോയാൽ അച്ഛന്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് നല്ല കശുവണ്ടിയാകുമടി. കശുവണ്ടി. അച്ഛാ, കശുവണ്ടി ആയാലും എന്റെ അച്ഛനെ കാണാൻ ഭയങ്കര രസമാ. അത് കൊള്ളാം. അച്ഛാ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ മോളെ? ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിനാ മോളെ? അച്ഛന്റെ 2 ലഡു പെൻഡിങ് ഉണ്ട്. ഈശ്വരാ, അതെങ്ങനെ ശരിയാകും? കണക്കുകൾ മയോനൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്റെ എല്ലാ അടകളും കറക്റ്റാടി. എന്റെ എല്ലാ അടകളും കറക്റ്റാ. അച്ഛാ, അടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വൈകുന്നേരം അച്ഛന് വെച്ച് തന്ന അടപ്രഥമനെ പറ്റി അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അടപ്രഥമൻ അടുക്കി പിടിച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിച്ചതിന് ശേഷം എന്റെ വയറിനകത്തൊരു രസഗുള. അയ്യോ, എന്തു പറ്റി അച്ഛാ? ഒന്ന് കുബൂസിൽ പോയാൽ അതങ്ങ് മാറും. അച്ഛാ, പുറത്തുള്ള കുബൂസിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല വിഷമുള്ള സ്നാക്സുകളുണ്ട്, ചെറുകടികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അച്ഛൻ സൂക്ഷിച്ചോളാം മോളെ. അധിക നേരം ഇനി അച്ഛൻ ഇവിടെ നിന്നാൽ നീ പല ശബ്ദങ്ങളും കേട്ടെന്ന് വരും. എന്ത് ശബ്ദമാണച്ചാ? ബർഗർ എന്ന ശബ്ദം. അയ്യോ അയ്യോ അച്ഛാ, അയ്യോ. അച്ഛാ, അച്ഛന്റെ 2 റൊട്ടികൾ പുറത്ത് അലക്കിയിട്ടിട്ടുണ്ട്. എടുത്തോളാം. അച്ഛൻ വരുമ്പോൾ അത് എടുക്കാൻ മറക്കരുത്. മറക്കില്ല. ഒപ്പം എന്റെ 2 ജോഡി സോസും ഉണ്ട്. മോളെ, എന്നെ ഒന്ന് വിട്, എല്ലാം എടുത്തോളാം ഞാൻ. ഓൺലൈനിൽ ദോശ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നില്ലല്ലോ.
ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോട് ആശയുണ്ടോ ഒരു ദോശ തിന്നാൻ. മിസ്റ്റർ സുഹിയൻ, ആ മാസ്ക് ഒന്ന് മാറ്റൂ. ശ്ശോ. എത്ര മാസ്ക് ഇട്ട് വന്നാലും എങ്ങനെ നിന്നെ തിരിച്ചറിയുന്നേ? അതെ, എന്റെ സുഹിയൻ ഏത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വന്നാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ബോളിക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണോ? നീ എന്റെ ജിലേബിയല്ലേ? നീ എന്റെ പഞ്ചാരയല്ലേ? നീ എന്റെ ശർക്കരയല്ലേ? നീ എന്റെ കൽക്കണ്ടല്ലേ? നീ എന്റെ തേനല്ലേ? നീ എന്റെ ചക്രവരട്ടിയല്ലേ? നീ എന്റെ മുന്തിരിയല്ലേ? നീ എന്റെ മുന്തിരി കൊത്തല്ലേ? നീ എന്റെ ഉണക്ക മുന്തിരിയല്ലേ? ഞാൻ ഉണക്ക മുന്തിരിയാണോ? എന്റെ ടച്ചിങ്സ് നിനക്ക് പിക്കിളായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ ടച്ചിങ്സ് എനിക്ക് പിക്കിളാവുന്നുണ്ട്. പിക്കിളായി അവസാനം എക്കിളാവും. ഇങ്ങനെ ഇക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 മക്കളാവും. മക്കളാവണമെങ്കിൽ നമ്മൾ കപ്പിളാവണം. കപ്പിളാക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് അകത്ത് പോയി ഈ ദോശ ചൂടോടുകൂടി റൊമാലിയിൽ പോയിരുന്ന് ആരും കാണാതെ കഴിക്കാം. പോകാം. നിന്റെ മസാല ദോശ കയ്യിൽ വെച്ചാ മതി. അപ്പൊ ഇന്നത്തെ കിസ് മിസ്സായി. നിന്റെ മസാല ബോണ്ട കൂടുന്നുണ്ട്. ഒരു ഫ്രഞ്ച് ഫ്രൈസെങ്കിലും താ. നല്ല കുനാഫ വെച്ച് തരൂ കേട്ടോ. എന്താ എന്താ? കുനാഫ. പോടി കുഴിമന്തി. നീ പോട മുളക് ബജി. കടുകിട്ടു വറുത്തൊരു കടക്കെണ്ണുമായി തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. പട്ട പെടക്കെന്ന് ഹാത്ത് നീ വളഞ്ഞാലുടനെ അറ്റാക്ക്. കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക്. കരിമ്പിന്റെ രസഗുള നീതല്ലേ, സുരത്തിന്റെ സരിഗമ നീതല്ലേ. അയ്യോ നിന്റെ അച്ചാറ് വരുന്നു. എങ്ങോട്ടെങ്കിലും കൊക്കോ. എങ്ങോട്ട് കൊക്കാൻ? എങ്ങോട്ടെങ്കിലും കൊക്കോ. അയ്യോ സുഖിയൻ, ഞാൻ പൊക്കോട്ടെ. സുഖിയൻ, നീ പോണ്ട, എങ്ങോട്ടും പോണ്ട. പൊറോട്ട വാ, പൊറോട്ട വാ, വാടാ 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 വടയ്യ, വാടാ വടയ്യ, വാടാ വടയ്യ. ഇതുവാ ട്രെയിനിൽ കയറിയ പോലെ തോന്നി മോളെ. അത് പിന്നെ നീ വീടടുത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് കളിക്കണ്ട. കുറച്ചു ദിവസമായി നീ വീടിന്റെ ചുറ്റുപാടും കിടന്ന് കറങ്ങിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഷവായി ചില്ലുകുട്ടിൽ കിടന്ന് ചിക്കൻ കിടന്ന് കറങ്ങുന്നത് പോലെ ഇവന്റെ ഒരു കറക്കം. അപ്പോഴെനിക്ക് മനസ്സിലായതാ, നിങ്ങൾ തമ്മിൽ സാൻഡ്വിച്ച് ആണല്ലേ. അത് പിന്നെ ബെറോട്ടയും ബീഫും പോലെ, കപ്പയും മീൻകറിയും പോലെ, ചോറും സാമ്പാറും പോലെ, ദോശയും ചമ്മന്തിയും പോലെ. അയ്യോ, കൊതിപ്പിച്ച് ചാക്കാല എടുക്കാത്ത കാര്യം പറയടാ. എനിക്ക് അച്ഛൻ്റെ മകൾ ബോളിയെ ഇഷ്ടമാണ്. മോനെ, നീ പറഞ്ഞത് സദ്യയാണോ? 1-ാം തരം ആറന്മുള സദ്യ. പക്ഷേ നിന്റെ പപ്പായ ഈ കിച്ചടി അറിഞ്ഞാൽ എതിർക്കില്ലേ? ആർക്ക് വേണം പപ്പായയുടെ സമ്മതം? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് 5 ഏക്കറിൽ ഒരു വലിയ അൽഫാമുണ്ട്. പോരെങ്കിൽ 2 ബീൻസ് കാറുമുണ്ട്. അത് ഞാൻ വിറ്റിട്ടാണെങ്കിലും ബോളി ഞാൻ പൊന്നുപോലെ നോക്കും. ബോളിക്ക് ഒരു കുറുമയും ഞാൻ ഉണ്ടാക്കില്ല. മോനെ, എനിക്ക് സർബത്തായിട്ട് ഈ മോള് മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇന്നു മുതൽ നീ അവക്കാടോ. അങ്ങനെയാണെങ്കിൽ ഞാന് ഈ കാറ്ററിംഗ് അവളെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. കൈതച്ചക്ക. കൈതച്ചക്കയോ? അല്ല, കൈതാച്ചക്ക. എന്നാൽ ഞാൻ കാറ്ററിംഗ് ഇട്ട് കൊടുക്കാം. വിളമ്പടാ, വിളമ്പ്, നല്ല നെയ്യ് കൂട്ടി വിളമ്പടാ. അപ്പോ കാറ്ററിംഗ് സർവീസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയി അകത്ത് പോയി എന്തെങ്കിലും മിണുങ്ങാം. മിണുങ്ങാം മച്ചാ.
കഴിക്കാനായി തൈരുണ്ടോ? ഒരു തൈരും ഇല്ല. ആണോ? അങ്ങനെയാണെങ്കിൽ ഉപ്പിട്ട് കുറച്ച് പച്ചച്ചോറുകൾ മാറി തിന്നാം. വാ വാരി തിന്നാ പാടാ. നിന്നെ ഞാൻ ഉണ്ണിക്കാമടാ. അയ്യോ, പണക്കാരൻ എന്റെ പപ്പായ, പണക്കാരൻ എന്റെ പപ്പായ വരുന്നു. എടാ, നറുനണ്ടി. നിന്നോട് എത്ര പായസം ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഈ വീട്ടിൽ ഊണ് കഴിക്കരുതെന്ന്. എന്താ ഞാൻ വീട്ടിൽ ഊണ് കഴിച്ച 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള വീടുള്ള നീ ഈ തട്ടുകടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന മുളക് ചമ്മന്തി വെറുതെ കഴിക്കേണ്ട ആവശ്യം ഉണ്ടോടാ? എന്റെ ഈ പണക്കാരനായ പപ്പായോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇതാണോ നിന്റെ പണക്കാരനായ പപ്പായ? യെസ്. എനിക്ക് കണ്ടിട്ട് കാക്ക കൊത്തിയ പപ്പായ പോലെയാണ് തോന്നുന്നത്. എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്ക്. മനസ്സിലാക്കാം മിസ്റ്റർ. താങ്കൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഓളനും കാലനും ഇവിടെ നടക്കില്ല. അങ്ങനെ പലതും നടന്നാൽ എന്റെ വായിൽ നിന്ന് നല്ല പുളിശ്ശേരി കേൾക്കും. എന്റെ വായിൽ നിന്നും വരും നല്ല ചൂടുള്ള കറി. അങ്ങനെ എന്തെങ്കിലും ഒരു കറി നീ ഇവിടെ പറഞ്ഞാൽ നിന്റെ കൂട്ടുകറി ഇടിച്ച് ഞാൻ തെറ്റിക്കൂടാ. നീ ആരോടാടാ സംസാരിക്കുന്നേ? എടാ, ഞാനേ 10 കൊല്ലം ഗൾഫിലുള്ള ഷവർമ്മയാടാ, ഷവർമ്മ. മനസ്സിലായോടാ നിനക്ക്? മിസ്റ്റർ ഷവർമ്മ, അച്ചടി ഇച്ചടി പച്ചടിയൊക്കെ കുറെ കേട്ടതാണ്. പേടാ ഇറങ്ങി പേടാ, പണക്കാരൻ പാൽ പേടേ. എടാ, ഇവന്റെ വായയിലുള്ള പച്ചക്കറി മുഴുവൻ കേട്ടപ്പോ നിനക്ക് സമാധാനായടാ? കേറി പോടാ എന്റെ വാനിലെ കേക്ക്. എന്ത് കേക്ക്? എന്ത് കേക്ക്? വെട്ട് കേക്ക്. വെട്ട് കേക്കോ? അല്ലാതെ ഞാൻ എന്ത് പറയാൻ? അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും കടിച്ചാൽ പൊട്ടാത്ത അരിയുണ്ട പോലെ ഉറപ്പുള്ളതാണ് ഞങ്ങളുടെ പ്രണയം. അതിങ്ങനെ ഹൈസ് പോലെ അലിയിച്ച് കളയാൻ എനിക്ക് സമ്മതമല്ല. ഞങ്ങളുടെ കല്യാണ സദ്യ എതിർത്താൽ ഏതെങ്കിലും ഫുഡ് പോയ്സൺ കഴിച്ച് ഞങ്ങള് ശവായിയാവും. എടാ, ഞാൻ നിന്റെ ഷവായി ആയിക്കോളാടാ. കണ്ട സപ്ലൈസ് വരൂ, വന്നിട്ട് ഇവന്റെ വയറ് നിറച്ച് വിളമ്പി കൊടുക്ക്. അയ്യോ എന്റെ പുൽസൈ, അയ്യോ എന്റെ അജ്നാമുട്ട, ഓ എന്റെ കുണാഫ, ഫലൂഡ 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 ഫലൂഡ. മന്തി പറ. എനിക്ക് മന്തിയായി. എനിക്ക് മന്തിയായി. അച്ഛന്റെ ആഗ്രഹങ്ങളെ മൂസമ്പിയാക്കിയ നിനക്ക് ഇനി തട്ടുകടയിൽ ബുൾസായി അടിക്ക് ജീവിക്കാനേ പറ്റൂ. നിൽക്കവിടെ. എന്നോട് മിൽക്കവിടെന്നോ? നിങ്ങള് ഇഞ്ചി ഇഞ്ചിയായി കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത ഈ കൊത്തു പൊറോട്ടയും കൂടെ എടുത്തോണ്ട് പോക്കോ. നിനക്ക് എന്നെ കല്യാണം കഴിക്കണ്ടേ? കശുവണ്ടി പരിപ്പില്ലാത്ത പാൽ പായസം എന്തിനു ഈ ബോളിക്കിരി വേണം? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരാം. കോരി ഒഴിക്കാൻ മാവില്ലാത്ത ഈ വീട്ടിൽ എന്തിനാടാ ഇങ്ങനെ ഒരു ദോശക്കല്ല്? ഒന്നും കൂടിയും പറയോ? ലാൽബാബോണ്ടിന്റെ ജീവിതം ഇഞ്ചി.